السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മരിച്ചവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. എല്ലാവരും അല്ലാഹു നിശ്ചയിച്ച ആയുസ് കഴിഞ്ഞാൽ മരിച്ചു പോകും എന്നുള്ളത് തീർച്ചയാണ്. മരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യ ശരീരത്തിന് എന്നല്ല, ജീവനുള്ള സർവ്വതിനും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. വിവേകവും അതുപോലെ തന്നെ ആലോചനയും അതുപോലെ ബുദ്ധിപരമായ മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള മനുഷ്യൻ അവൻ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത് അവൻ മരിക്കുന്ന നേരത്താണ്. ശാരീരികമായി തളർന്ന് ജീവൻ ഇങ്ങനെ അറ്ററ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതേ ഒരു പ്രതിസന്ധി തന്നെ മാനസികമായും മരണം അഭിമുഖീകരിക്കുന്ന ആളിൽ ഉണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ശരീരം കൊണ്ട് തീരെ പറ്റാതെ സഹിക്കാൻ കഴിയാതെ പോകുന്ന വേദനയും ഉരുകി പോകുന്നു എന്ന് പറയാം, അല്ലെങ്കിൽ അവൻ മുറിഞ്ഞു പോകുന്നു എന്ന് പറയാം. ആ രീതിയിൽ അവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുക ശാരീരികമായി. കൂട്ടത്തിൽ ശാരീരികമായി ഇന്നവരെ അനുഭവിക്കാത്ത ഏറ്റവും വലിയ വേദന അനുഭവിക്കുമ്പോൾ അതോടൊപ്പം തന്നെയാണ് മാനസികമായും അവൻ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി. ആ സന്ദർഭത്തിൽ അവനെ ആശ്വസിപ്പിക്കാൻ മനുഷ്യരെ കൊണ്ട് കഴിയില്ല എന്നത് ഖുർആൻ പറയുന്നു. ആരെ കൊണ്ട് പറ്റും? മാനസികമായി ഇത്രയും വലിയൊരു പ്രതിസന്ധി അവൻ അഭിമുഖീകരിച്ചിട്ടില്ല. ശാരീരികമായ പ്രതിസന്ധി പോലെ തന്നെ മാനസികമായ പ്രതിസന്ധി ഇതുപോലെ അവൻ വേറെ അഭിമുഖീകരിച്ചിട്ടില്ല. ആ സന്ദർഭത്തിൽ അവനെ സമാധാനിപ്പിക്കാൻ മലക്കുകളാ വരാ എന്ന് ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നു. നമ്മളൊക്കെ മരിക്കാൻ നേരം നമ്മൾ സമാധാനമില്ലാതെ പോവാ. കാരണം ജീവിതത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾ കണക്ക് കൂട്ടി ആലോചിച്ച് ഞാൻ എന്ത് സമ്പാദിച്ചു എന്ന് ചിന്തിക്കുന്ന ഒരേ ഒരു സന്ദർഭം മരിക്കുന്ന നേരം. ആ സമയത്ത് മാനസികമായി തകരാണ് നമ്മൾ. ആ തകർച്ചയിൽ നമ്മെ പിടിച്ചു നിർത്താൻ മനുഷ്യൻ സമാധാനിപ്പിച്ചാൽ എവിടെയും ആവൂല. അതുകൊണ്ട് മഹാന്മാരായ മലക്കുകൾ ഇറങ്ങി വന്ന് സമാധാനിപ്പിക്കുമെന്ന് ഖുർആൻ. മരണനേരത്ത് മലക്കുകൾ ഇറങ്ങി വന്ന് സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കാര്യമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവരിൽ 10ഓളം ഗുണങ്ങളുണ്ട്. അവരെ തിരിച്ചറിയാൻ 10ഓളം അടയാളങ്ങൾ ഉണ്ട്. ആ 10 അടയാളം നമ്മുടെ ജീവിതവുമായി നാം ഒന്ന് താരതമ്യം ചെയ്താൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ സമാധാനിപ്പിക്കാൻ മലക്ക് വരോ ഇല്ലയോ എന്ന് നമുക്ക് ബോധ്യാവും. ആ 10 അടയാളവും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ സുദീർഘമാക്കുന്നില്ല. സൂറത്ത് ഫുസ്സിലത്തിന്റെ ആയത്തുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم
جزاؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تستهي أنفسكم ولكم ما تدعون نزلا من غفور رحيم. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുന്നിൽ വളരെ കൃത്യമായി തന്നെ അങ്ങനെ മരണനേരത്ത് മലക്കുകൾ ഇറങ്ങി വരുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ജീവിച്ചു പോയ പല മഹാന്മാർക്കും ഈ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. വലക്കും ഫിഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫിഹാ മാ തദ്ഊൻ. അല്ലാഹുവേ, എന്താ പറഞ്ഞത് ഈ ആയത്ത്? എന്താ പറഞ്ഞത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. തീർച്ചയായും ഒരു വിഭാഗം ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ പറഞ്ഞതും പ്രചരിപ്പിച്ചതും അവർ അനുഷ്ഠിച്ചതും റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്നവർ പറഞ്ഞു നടന്നു. നമ്മളും നമ്മുടെ റബ്ബ് അല്ലാഹയാണെന്ന് പറഞ്ഞു നടക്കുന്നവരാ. അതിൽ കാര്യമില്ല, പറഞ്ഞടക്കലല്ല കാര്യം. അത് ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? അല്ലാഹുവാണ് നമ്മുടെ റബ്ബ് എന്നത് എത്രത്തോളം ഉണ്ട്? അതിന് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഇസ്തിഖാമത്ത്. മാത്രവുമല്ല സുമ്മസ്തഖാമു, അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പറഞ്ഞു നടക്കുന്നതിന്റെ കൂടെ ഇസ്തിഖാമത്തിന്റെ ജീവിതം അവർ ജീവിച്ചാൽ, അങ്ങനെയുള്ള ആളുകൾ, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഈമാനിൽ ഉറച്ച് ജീവിക്കാം. ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പണിയും ചെയ്യൂല. ഇസ്തിഖാമത്തിനെ മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ അയിമ്മത്ത് വിശദീകരിക്കുന്ന ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സൂക്ഷിച്ച് ജീവിക്കാം, തെറ്റുകുറ്റങ്ങൾ ചെയ്യാതെ ജീവിക്കാം. അതുപോലെ തന്നെ അല്ലാഹുവിന്റെ കൽപ്പനകളെ വഴിപ്പെടാം. മാത്രവുമല്ല അല്ലാഹു ചെയ്ത നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാം. സ്വർഗം കിട്ടാൻ വേണ്ടി ജീവിതത്തിൽ പ്രതിസന്ധികൾ ക്ഷമിക്കുക, ഇതാണ് ഇസ്തിഖാമത്ത്. ഈ 4 കാര്യങ്ങൾ: പടച്ച റബ്ബിന്റെ കൽപ്പനകൾ അനുസരിക്കുക, അല്ലാഹുവിന്റെ നിരോധനങ്ങളെ ഒഴിവാക്കുക, അതുപോലെ തന്നെ അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾ ഓർത്തോർത്ത് റബ്ബിന് ശുക്ർ ചെയ്യുക, അതുപോലെ സ്വർഗം കിട്ടാൻ വേണ്ടി ശരീരം കൊണ്ട് സഹിക്കാവതൊക്കെ സഹിച്ച് ക്ഷമിക്കുക. ഈ 4 ഗുണം ഈ ഇസ്തിഖാമത്തിലായി ഇങ്ങനെ ജീവിച്ചാൽ, അങ്ങനെയുള്ള ആളുകൾ ഇസ്തിഖാമത്തിലായി ജീവിച്ചാൽ, നമ്മളൊക്കെ ദുആ ചെയ്യുന്നതും ആ ഇസ്തിഖാമത്തിന് വേണ്ടിയാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ച റബ്ബേ ആ ഇസ്തിഖാമത്തിന്റെ ജീവിതം ഞങ്ങൾക്ക് നൽകണേ എന്നാണ് സൂറത്തുൽ ഫാത്തിഹ 17 പ്രാവശ്യം നിർബന്ധമായും നിസ്കാരത്തിന്റെ അകത്ത് വെച്ച് നമ്മൾ ഇത് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അല്ലാഹു റബ്ബാണെന്ന് പറഞ്ഞു നടക്കുക മാത്രമല്ല, ജീവിതത്തിൽ ഇസ്തിഖാമത്തുണ്ട്. ഒന്നുകൂടി പറയാം, ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു കൽപ്പിച്ചത് അനുസരിക്കുക, അല്ലാഹു തടഞ്ഞത് ചെയ്യാതിരിക്കുക, അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ള പ്രവർത്തനങ്ങൾ കാണിക്കുക, വാക്കുകൾ പറയാം, അല്ലാഹു തരുന്ന പരീക്ഷണങ്ങളൊക്കെ ക്ഷമിച്ചിട്ട് സ്വർഗത്തിലേക്ക് മുന്നിടാം. ഇതാണ് ഇസ്തിഖാമത്ത്. അങ്ങനെ ഇസ്തിഖാമത്തിലായി ജീവിച്ചാൽ, അപ്പൊ അല്ലാഹ് റബ്ബാണെന്ന് പറയുന്നത് ജീവിതത്തിൽ പാലിക്കുന്ന അവസ്ഥക്ക് ഇസ്തിഖാമത്ത് എന്ന് പറയാം. തതനസ്സലു അലൈഹിമുൽ മലായിക, അങ്ങനെ ജീവിച്ച് മരിക്കുന്ന ആളുകൾ മരിക്കാൻ നേരം അവർ സങ്കടപ്പെട്ട് മാനസികമായി തകർന്നിരിക്കുന്ന ആ നേരം തതനസ്സലു അലൈഹിമുൽ മലായിക, മഹാന്മാരായ മലക്കുകൾ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുമെന്ന് ഖുർആൻ. ഒറ്റ ട്രിപ്പായിട്ടല്ല വരാ, ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. മലക്കുകൾ സമാധാനിപ്പിക്കാൻ വരും, മരിക്കാൻ നേരം വരും, സമാധാനിപ്പിക്കാൻ വരും, സന്തോഷിപ്പിക്കാൻ വരും. അല്ലാ തഖാഫൂ
വലാ തഹ്സനൂ. മലക്കുകൾ പറയും, ദേ മരണം സംഭവിക്കാൻ പോവാണ്. ഈ മരണവേദന മുതൽക്കപ്പുറത്തേക്ക് ഖബറിലെ ചോദ്യം, മഹ്ശറ, ബഅ്സ്, സ്വർഗം നരകം, അങ്ങനെ മുന്നോട്ട് അന്തമില്ലാതെ വിശാലമായി കിടക്കുന്ന ഒരാളുടെയും ഭാവനയിൽ കണക്ക് കൂട്ടാൻ കഴിയാത്ത പ്രതിസന്ധികൾ മുന്നിലുണ്ടല്ലോ എന്നോർത്ത് നീ പേടിക്കല്ലേ, നീ ഭയക്കല്ലേ. അല്ലാ തഖാഫു, ഖബറോർത്ത് പേടിക്കല്ലേ. മലക്കുകളുടെ ചോദ്യമോർത്ത് മനുഷ്യ നീ പേടിക്കല്ലേ, നീ മരിക്കാണ്, മരണത്തെ പേടിക്കല്ലേ. വലാ തഹ്സനൂ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നിന്റെ കുടുംബാംഗങ്ങളെ വിട്ടു പോകുന്നതിൽ നിനക്ക് സങ്കടമുണ്ടെന്നറിയാ, നീ സങ്കടപ്പെടല്ലേ. വഅബ്ശിറൂ, പേടി കളയടോ, സങ്കടം കളയടോ. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ. ഇസ്തിഖാമത്തോടുകൂടെ ജീവിച്ച നിനക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗം കൊണ്ട് നീ സന്തോഷിക്കണേ. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ, ആ ഭാഗ്യത്തിലേക്ക് അല്ലാഹു ചേർക്കട്ടെ. ഇസ്തിഖാമത്ത് എന്ന് വിശദീകരിക്കും. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ. മരിക്കാൻ പോകുന്ന മുസ്ലിമിനോട് പറയാണ്, ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാൻ കൂടെയുണ്ടടാ, നിന്നെ സംരക്ഷിക്കാൻ കൂടെയുണ്ട് സഹോദരി, ഞങ്ങൾ കൂടെയുണ്ട്, നിന്റെ സംരക്ഷകരും സഹായികളുമാണ് ഞങ്ങൾ. ആര് പറയും? മലക്കുകൾ പറയും, നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവ് വിട്ടുപിരിയുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി ഈ പ്രതിസന്ധിയിൽ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ടോ. അങ്ങ് ഭയക്കല്ലേ, മരണത്തെ ഭയക്കല്ലേ, മരണവേദനയെ ഭയക്കല്ലേ, ഖബറിനെ ഭയക്കല്ലേ, കുടുംബം ഉപേക്ഷിച്ച് പോകുന്നതിൽ ദുഃഖിക്കല്ലേ, ഞങ്ങൾ കൂടെയുണ്ട്. അങ്ങനെ പറയാൻ മലക്കുകൾ. അല്ലാഹുവേ ആ ഭാഗ്യം തരട്ടെ, അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. എല്ലാവരും ആമീൻ പറയണം. അല്ലാഹു നമുക്ക് ആ ഭാഗ്യം തരട്ടെ. അങ്ങനെയുള്ളവരുടെ വായില ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. അങ്ങനെയുള്ളവരുടെ വായിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് കയറി വരും. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അങ്ങനെ മലക്കുകൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതിരിക്കാൻ ചിന്ത മാറ്റിക്കളയും ഇബ്ലീസ്. ദാഹമൗതത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ബദരീങ്ങളുടെ ബറക്കത്തുകൊണ്ട് പടച്ചവൻ അവസാന സമയത്ത് ഇബ്ലീസ് ഈമാൻ പിഴപ്പിക്കുന്നതിനെ തൊട്ട് കാക്കട്ടെ. ചിന്തിക്കണം, ഇബ്ലീസിന്റെയും അവന്റെ അനുയായികളുടെയും സാന്നിധ്യമാണ് ഒരു കാരണവശാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂല. മലക്കുകൾ ഉണ്ടാവണം, പേടിക്കണ്ട, ഞങ്ങള് കൂടെയുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊരു സമാധാനം. ഇക്ക എന്തിനാ ഭയക്കുന്നത്? ഇക്ക എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാണ് ഇത്താ നിങ്ങൾ കരയുന്നത്? എന്തിനാണ് താത്ത നിങ്ങൾ ഭയക്കുന്നത്? ഞങ്ങൾ കൂടെയുണ്ടല്ലോ. എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവ് ചെയ്യാം, മരിക്കാൻ നേരം പണം എത്ര വേണമെങ്കിലും ഞാൻ ചെലവ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മരിക്കാൻ നേരം പണം എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാമെന്ന് എത്ര വലിയ ആള് വന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ആ വർത്താനം കൊണ്ടൊന്നും അവിടെ സമാധാനം കിട്ടൂല. പണം ഉപകരിക്കാത്ത ഒരുപാട് ഘട്ടങ്ങൾ മനുഷ്യർക്കും ഉണ്ട് എന്ന് ബോധ്യമായതാ നമുക്കൊക്കെ. വെള്ളപ്പൊക്കം അങ്ങനെ വരാ, ആ സമയത്ത് പണം കൊണ്ടുവന്നിട്ട് സഹായിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ ഞങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞത് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ആ മഹാനാ പറയുന്നത്. ജിബ്രീൽ വരും അലൈഹിസ്സലാം. ഒരു സ്വർഗാവകാശിയാണ് മരിക്കുന്നത് എങ്കിൽ ജിബ്രീൽ വരുന്ന ഘട്ടമാണിത്.
ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വരുമ്പോ ഇസ്രായേലിന്റെ പ്രവർത്തികളും കർമ്മങ്ങളും ഡ്യൂട്ടിയും തുടങ്ങുന്നതിന് മുമ്പേ ജിബ്രീൽ സമാധാനിപ്പിക്കും. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇസ്രായേലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും അവരുടെ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിന്റെ തൊട്ടുമുന്നേ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് സമാധാനിപ്പിക്കുന്ന ആളുകളാണിവർ. അല്ലാ തഖാഫു, സങ്കടപ്പെടല്ലേ, പേടിക്കല്ലേ, ദുഃഖിക്കല്ലേ, ഭയന്ന് പോവല്ലേ, പതറിപ്പോവല്ലേ, ചിരിച്ചോളൂ ചിരിച്ചോളൂ, വഅബ്ശിറൂ, സന്തോഷിച്ചോളൂ ചിരിച്ചോളൂ, ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. ഇസ്തിഖാമത്തിൽ ജീവിച്ച് മരിക്കുന്നവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹ് നിങ്ങളോട് വാഗ്ദാനം ചെയ്തില്ലേ? ആ വാഗ്ദാനം ചെയ്ത സ്വർഗാണ് ആ കാണുന്നത്. അങ്ങോട്ട് നോക്കിക്കോ, ചിരിച്ചു പോകും. ആ സ്വർഗം കാണാൻ ഏതൊരു കണ്ണിനാണോ ഭാഗ്യം, ആ കണ്ണിന്റെ മുന്നിൽ ആ നേരത്ത് വരുന്ന പൂവദനമേ നബി മുഹമ്മദ് മുസ്തഫ. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയുമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നോടത്ത് മുഴുവനും മുഹമ്മദ് റസൂലുള്ളാഹിയുണ്ട്. അത്തിയുല്ലാഹ് എന്ന് ഖുർആൻ പറഞ്ഞാൽ, അല്ലാഹനെ അനുസരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞാൽ, അതിന്റെ തൊട്ടടുത്ത് പറയും അത്തിയുർ റസൂൽ, റസൂലിനെയും ചേർത്ത് പറയും. ഹുദാനെ നാം തേരാ നാം സേ അപ്നാ മിലായാ ഹേ. എവിടെയൊക്കെ അല്ലാഹനെ പറയുന്നുവോ അവിടെ ഒക്കെ റസൂലുള്ളാഹിയുമുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഒരു സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, അവിടെ മുഹമ്മദ് റസൂലുള്ളാഹ് കൂടെയുണ്ട്. മുഹമ്മദ് റസൂലുള്ളാഹ് പറയണ്ട, അവിടെ മുഹമ്മദ് റസൂലുള്ളാഹ് മുന്നിലുണ്ട്. അത് ഈ സമയാ, ഈ മരിക്കുന്ന നേരാ. റസൂലുള്ളാഹിനെ കണ്ടു മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട പെണ്ണിന്റെ കയ്യ് ആപ്പിള് മുറിഞ്ഞു, കയ്യിന്റെ 5 വിരലും മുറിഞ്ഞു. അവൾ അറിഞ്ഞില്ല, ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ട പെണ്ണ്, സുലൈഖയുടെ കൊട്ടാരത്തിലെ തോഴിമാർ യൂസുഫ് നബിയെ ഒരു മിന്നായം പോലെ കണ്ടു, ഒന്നതിലും നടന്നു പോയതേ ഉള്ളൂ. ആ സൗന്ദര്യധാമത്തിൽ യൂസുഫ് നബിയെ കണ്ടപ്പോൾ ആപ്പിള് മുറിഞ്ഞു, കയ്യിന്റെ 5 വിരലും മുറിഞ്ഞു. രക്തം ധാരധാരയായി ഒഴുകി വരുമ്പോൾ ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിച്ച് കയ്യുകൊട്ടി എല്ലാവരെയും വിളിച്ചുണർത്തി സയ്യിദത്തുനാ സുലൈഖ റളിയല്ലാഹു അൻഹാ. എന്താണ് പെണ്ണുങ്ങളെ, ഒരു പ്രാവശ്യം കണ്ടപ്പോഴേക്കും കയ്യിന്റെ 5 വിരലും മുറിഞ്ഞു, ആപ്പിളും മുറിഞ്ഞു. ആ നിങ്ങളാണോ ഈ യൂസുഫിന്റെ കൂടെ ഒരു കൊട്ടാരത്തിൽ ഞാൻ താമസിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ യൂസുഫുമായി ഉണ്ടായ കാര്യങ്ങളിൽ എന്നെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യാം? നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ നേരം കൊണ്ടൊന്ന് കണ്ടപ്പോഴേക്കും ഇത്രയും വലിയൊരവസ്ഥയാണെങ്കിൽ ഞാൻ ഈ യൂസുഫിന്റെ കൂടെയല്ല ഈ കൊട്ടാരത്തിൽ ജീവിക്കുക. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സംഭവിക്കാം? അത്രയും വലിയ സൗന്ദര്യത്തിലേക്ക് നോക്കി നിന്നപ്പോ സുലൈഖ റളിയല്ലാഹു അൻഹയുടെ കൊട്ടാരത്തിലെ തോഴിമാരുടെ വിരലറ്റ് പോയത് അവർ അറിഞ്ഞില്ലെങ്കിൽ ആ സൗന്ദര്യം അല്ലടോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആ തങ്ങൾ നിൽക്കുന്ന സ്വർഗത്തിന്റെ മുറ്റവും ഒക്കെ കാണുമ്പോ സത്യവിശ്വാസി ചിരിച്ചു പോകും, വേദന അറിയൂല. വലിയ സന്തോഷം നമ്മുടെ മുന്നിൽ വരുമ്പോ നമ്മൾ ചിരിക്കാറുണ്ട്, ആ സമയത്ത് വേദന അറിയൂല. ആരെങ്കിലും പറയണ പോലെ അല്ല പറയുന്നത്, മലക്കുകൾ പറയാവാ അബ്ശിറൂ ബിൽ ജന്നത്തിൽ ലതീ കുന്തും തുഅദൂൻ. നിങ്ങളോട് വാഗ്ദാനം ചെയ്ത സ്വർഗമുണ്ടല്ലോ, ദാ കാണുന്നു, കണ്ടോളൂ, ചിരിച്ചോളൂ, സന്തോഷിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങ് കാണിച്ചു കൊടുക്കാണ്. അതങ്ങ് കാണാണപ്പോ ചിരിച്ചു മരിക്കും. വേദന ഉള്ളപ്പോ ചിരിക്കുക എന്നത് അത്ഭുതമാണ്. ഈ അത്ഭുതം ഭൂമിയിലുണ്ടോ? എവിടെ? മരണവേദനയോട് അടുത്ത ഒരു വേദനയാ ഒരു പെണ്ണ് പ്രസവ നേരത്ത് അനുഭവിക്കാം.
അവൾ കരയും, വാവിട്ട് കരയും, അവൾ അലറും, അവൾ അള്ളിപ്പിടിക്കും, അവളുടെ വിരലുകൾ ചുരുട്ടിപ്പിടിക്കും, കൈത്തണ്ട് കയ്യിനോട് കോർക്കും, ഒരു പക്ഷേ അവളുടെ കാലങ്ങ് കോർത്തു വലിക്കും. അവളങ്ങ് ഞെരിപെരി കൊള്ളുമ്പോൾ പല്ലുകൾ കടിച്ചമർത്തും. അവളുടെ കണ്ണുനീരിലൂടെ അവളുടെ വേദനയെ അവൾ അവതരിപ്പിക്കും. വിതുമ്പുന്ന ചുണ്ടും പറയുന്നുണ്ട് 1000 വേദന. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അതുവരെ അവൾ വിയർത്ത പോലെയല്ല, അപ്പോൾ അവൾ വിയർക്ക. എന്റെ ഉമ്മ അങ്ങനെ വിയർത്തതാ, എന്റെ സഹോദരിമാർ അങ്ങനെ വിയർത്തതാ, നമ്മുടെ ഓരോ ഉമ്മമാരും വല്ലുമ്മമാരും അങ്ങനെ വിയർത്തതാ. അല്ലാഹുവേ, ഒരു മൂമിനായ മനുഷ്യന്റെ കാലിൽ തറച്ച മുള്ള് ആ നേരം കൊടുത്ത വേദനക്ക് നീ കൂലി നൽകുന്നുവെങ്കിൽ ഞങ്ങളുടെ ഉമ്മമാര് ഞങ്ങളെ പ്രസവിച്ചപ്പോൾ അവർ അനുഭവിച്ച വേദനക്കും അല്ലാ നീ കൂലി കൊടുക്കണേ തമ്പുരാനേ. നമുക്ക് ദുആ ചെയ്യാലോ അങ്ങനെ. അവൾ ഇങ്ങനെ വേദനിക്കാൻ ന്യായമായ വേദന, ആ വേദനയിൽ അവള് കരയട്ടടോ, ആ കരച്ചില് തീർത്തും ന്യായമാണടോ. അത് ഒരു അടവിന്റെ കരച്ചിലല്ല, അത് ഒരു കള്ളത്തരത്തിന്റെ കരച്ചിലല്ല, അത് ന്യായമായ അവൾക്ക് കരയാൻ അവകാശമുള്ള ഒരു സന്ദർഭം. അവള് കരയട്ടടോ, അവളുടെ വേദന കുറയട്ടടോ. പക്ഷെ അത്ഭുതമേ, നീ എന്താ പെണ്ണെ, പിന്നെ ഉടനെ തന്നെ വേദന നിന്നെ മരവിപ്പിച്ച് കളഞ്ഞപ്പോഴും ബോധം കെടുത്തി കളഞ്ഞപ്പോഴും നീയൊന്ന് ചിരിച്ചല്ല പെണ്ണേ. വിതുമ്പുന്ന ചുണ്ടൊന്ന് ചിരിച്ചതെപ്പോഴാ? വേദനയൊന്നുമില്ലാതെ കരഞ്ഞ കുട്ടിയുടെ ശബ്ദം കേട്ടപ്പോ വേദന ഉള്ള ഉമ്മ ചിരിച്ചു. വേദന ഇല്ലാതെ കരഞ്ഞ കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോ വേദനയോടുകൂടെ കരഞ്ഞ ഉമ്മ ചിരിച്ചു. ഈ അത്ഭുതം എന്താ കാരണം? ആ കുഞ്ഞ് അവൾ 10 മാസം കാത്തിരുന്നതാ. തനിച്ചിരുന്നപ്പോൾ അവളുടെ വയറിൽ അവൾ തലോടിയതാ. എപ്പോഴാ എന്റെ പൊന്ന് പുറത്തു വരാം, എപ്പോഴാ എന്റെ കണ്ണിന്റെ കുളിർമ ഒന്ന് പുറത്തു വരാ, പൂമുഖമൊന്ന് കാണാ ഞാൻ കൊതിക്കുന്നു എന്ന് അവൾ ഒരു ദിവസം 1000 വട്ടം ആ ഉദരത്തിൽ തലോടി ചിന്തിച്ചതും കൊതിച്ചതും അവൾ പങ്കുവച്ചതും. അവളുടെ മോഹമേ, അവളുടെ ഉദരത്തിൽ നാമ്പെടുത്ത കുഞ്ഞേ, നീ വേദനയില്ലാതെ കരഞ്ഞപ്പോഴാ നിന്റെ ഉമ്മ വേദനിച്ച് കരഞ്ഞത് നിർത്തിയതും, നിന്റെ കിളിനാദം കേട്ട് സന്തോഷിച്ച് ചിരിച്ചതും. വേദന മറന്നുകൊണ്ട് സന്തോഷിക്കുന്ന സന്ദർഭം ഭൂമിയിൽ നമ്മൾ കാണുന്നുവെങ്കിൽ സ്വർഗമാ നമ്മൾ കാണുന്നത്. ആ സമയം നമ്മൾ ചിരിക്കാതെ പറ്റൂല. ചിരിച്ചു മരിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സ്വർഗത്തിന്റെ മുന്നിൽ മുത്തുനബിയുമുണ്ട്. കരയല്ലേ, ചിരിച്ചോ എന്ന് പറയാൻ തൊട്ടടുത്ത് ജിബ്രീലുണ്ട്. കുടിക്കാനുള്ള വെള്ളം, ദാഹജലം തരാൻ സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ട്. ആശീർവദിക്കാനും വിയർക്കുന്നോടത്ത് നിന്നെ സമാധാനിപ്പിച്ച് തണുപ്പുള്ള കാറ്റ് വീശാനും മലക്കുകളുണ്ട്. അല്ലാഹുവേ, നീ ഭാഗ്യം നൽകണേ അല്ലാ. ഇങ്ങനെ ജീവിച്ചു മരിക്കുന്ന ആളുകൾക്ക് ഇസ്തിഖാമത്ത് വേണം എന്ന് ഖുർആൻ. എന്നിട്ട് ജിബ്രീൽ പറയുന്നൊരു വർത്താനുണ്ട്, ദുനിയാവിൽ ആഖിറത്തിൽ ഞങ്ങൾ ഉണ്ടോ നിന്റെ കൂടെ. ദുനിയാവിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാ പ്രതിസന്ധി, പേടിക്കണ്ട, ഞങ്ങൾ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒരു സംഘം തന്നെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ വഫിൽ ആഖിറ വലക്കും ഫിഹാ മാ തസ്തഹി അൻഫുസുകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. ഇവിടുന്ന് തന്നെ ഓഫർ കൊടുത്തു, ഇവിടുന്ന് തന്നെ വാഗ്ദാനം കൊടുത്തു. ആ ആഖിറത്തിലേക്കാ പോകുന്നത്. ആഗ്രഹിക്കുന്നത് മുഴുവനും കിട്ടുന്ന ആഖിറത്തിലേക്കാ പോകുന്നത്. വലക്കും ഫിഹാ മാ തദ്ഊൻ. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയുമോ? ഞങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നറിയുമോ? പള്ളി നടയിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ വീടിന്റെ അകത്ത്, നമ്മുടെ ബെഡ്റൂമിന്റെ അകത്ത് നമ്മൾ മരിക്കുന്നോടത്തേക്ക് ഈ മലക്കുകൾ വന്നതെന്തിനാണെന്നറിയുമോ? ഒരു വിരുന്നിന് പോവാൻ, നമ്മെ കൂട്ടിക്കൊണ്ടുപോവാൻ വന്നവരാണെന്ന് മലക്ക് പറയും. വിരുന്നിന് പോവാന്ന് പറഞ്ഞാ അത് വിഷമുള്ള കാര്യമല്ലല്ലോ. ജയിലിൽ പോവാന്നല്ലല്ലോ പറഞ്ഞത്, ജയിലിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി.
പോലീസുകാർ നമ്മുടെ വീടിന്റെ മുറ്റത്ത് അവരുടെ വാഹനവുമായി വന്നാൽ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആ ഒരു യാത്രക്കുണ്ടാവുന്ന പ്രതീതിയാണോ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി നമ്മെ ഒരു വിരുന്നിന് ക്ഷണിക്കാനായി അതേ യൂണിഫോമുള്ള പോലീസുകാരെ വാഹനവുമായി അകമ്പടിയോടുകൂടെ വരണം എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് പറഞ്ഞയക്കുമ്പോ ഭരണാധികാരിയുടെ പ്രതിനിധിയായ ഒരു വിരുന്നുകാരനായി നമ്മെ വിരുന്ന് വിളിച്ച് നമ്മൾ പോവാ. ഇത് രണ്ടും രണ്ട് സന്തോഷ. അള്ളാഹുവിന്റെ മലക്കുകൾ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളെ സമാധാനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും വിഷമിക്കല്ലേ ദുഃഖിക്കല്ലേ എന്ന് പറഞ്ഞതൊക്കെ എന്തിനാണെന്നറിയോ? നമ്മളൊരു വിരുന്നിന് പോവാൻ. ഒരു വിരുന്നിന് പോവാനാടോ? ഒരു വിരുന്നുണ്ട്. നുസുലം മിൻ ഗഫൂരിർ റഹീം. പാപം പൊറുക്കുന്ന, പാപങ്ങൾ പൊറുത്തു തരുന്ന, കരുണ ചെയ്യുന്ന അള്ളാഹു ഒരു വിരുന്ന് വെച്ചിട്ടുണ്ട്. ആ വിരുന്നിന് പോവാൻ, നിങ്ങളെ കൊണ്ടുപോവാൻ വന്നവരാ ഞങ്ങൾ. അള്ളാഹു ആ വിരുന്ന് തരട്ടെ. അള്ളാന്റെ വിരുന്ന്, അള്ളാഹുവിന്റെ വിരുന്നിലേക്ക് വേണ്ടിയാ ക്ഷണിക്കാൻ വന്നത്. അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസുവാസുമൊത്തിയിട്ടെപ്പോഴും ഉല്ലാസമാ, ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ട് പാടാൻ തോഴികൾ പലതുണ്ട്, അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട, മോഹിച്ച പഴം അടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട, കാലപ്പഴം കൊണ്ട് നീ നരക്കണ്ട, 33 കവിയണ്ട. ആ ലോകത്തേക്ക് വിരുന്നിന് കൊണ്ടുപോവാൻ വന്നതാണെന്ന് പറഞ്ഞ് മരിക്കാൻ കിടക്കുന്നവനെ ഇതിലേറെ സന്തോഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല. മലക്കുകൾ വിളിച്ചു കൊണ്ടുപോകുന്നു. അല്ലാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ഇങ്ങനെ പോകുന്ന ആളുകളെ തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ പോകുന്ന ആളുകൾക്ക് ഇസ്തിഖാമത്തുള്ള ഇത്തരം ആളുകളെ തിരിച്ചറിയാൻ കഴിയും. അവരെ തിരിച്ചറിയാൻ അയ്യുറാഇയ അശ്റത അസ്യാ ഫരീളതൻ അലാ നഫ്സിഹി 10 അടയാളമുണ്ട്. 10 അടയാളം പറയാട്ടോ. 10 അടയാളം വേഗം പറയാം. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ. മഹാനായ അഹ്മദ് സമർഖന്ദിയെ പോലെയുള്ളവർ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ അടയാളം, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഒന്നാമത്തെ അടയാളം, ഇങ്ങനെ മലക്കുകൾ വിരുന്നിനാണെന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മെ കൊണ്ടുപോകുന്ന മരണം. ദുഃഖിക്കല്ലേ, സങ്കടപ്പെടല്ലേ, ഖേദിക്കല്ലേ, തളരല്ലേ, തകരല്ലേ, ചിരിച്ചോളൂ, മരണവേദന നിങ്ങൾക്ക് ഇല്ല എന്ന് പറയുന്ന മരണം. ഞാനും എന്റെ കൂടെയുള്ളവരും നിന്റെ കൂടെ ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടെന്ന് ജിബ്രീൽ വന്ന് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ച് പറയുന്ന മരണം. അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് 10 അടയാളമുണ്ട്. ഒന്നാമത്തെ അടയാളം കേട്ടോളൂ. ഹിഫ്ദുൽ ലിസാനി അനിൽ ഗീബത്തി. അങ്ങനെ മരിക്കുന്നവർ ജീവിതത്തിൽ മറ്റുള്ളവന്റെ കുറ്റം പറയൂല. ഒന്നാമത്തെ അടയാളം, ഗീബത്തിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കുക. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാ. ആമീൻ മാത്രം പോരാ, നമ്മളത് പറയാതെ നോക്കണം. മറ്റുള്ളവരുടെ കുറ്റം പറയരുത്. അല്ലാഹുവേ പുറത്തു തരണേ അല്ലാ. മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ
പൊരുത്തപ്പെടിച്ച തല്ലുകൊള്ളൂലെന്ന് ഉറപ്പുള്ളവരോട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പൊരുത്തപ്പെട്ടേക്കണമെന്ന് പറഞ്ഞ് പൊരുത്തപ്പെടിക്കാൻ മേലാൽ പറയാതിരിക്കാം. പൊരുത്തപ്പെടിക്കാൻ ചെന്ന തല്ലുകൊള്ളൂന്ന് ഉറപ്പുണ്ടെന്ന വല്ലാതെ തല്ലൂലെന്ന് കണ്ടാലും ഒന്ന് പോയി തല്ലുകൊണ്ടാലും വേണ്ടില്ല, പൊരുത്തപ്പെടിക്കാം. കുറ്റം പറഞ്ഞോര് നമ്മൾ ആരുടെയാണോ കുറ്റം പറഞ്ഞത് അവര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ അവർക്ക് നീ പുറത്തു കൊടുക്കണേന്ന് ആത്മാർത്ഥമായി ദുആരന്ന് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കും വരെ ദുആരക്കണം. അപ്പൊ അവരുടെ പൊരുത്തം നമുക്ക് കിട്ടും, അവർ പൊരുത്തപ്പെട്ടു എന്ന അവസ്ഥ കിട്ടും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോ ഗീബത്ത് പറയൂല. വലാ യഖ്തബ് ബഅദുകും ബഅദ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിക്തുമൂ. ശവം തിന്നുന്ന പോലെയാ ഗീബത്ത് പറയലെന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ മറ്റുള്ളവന്റെ പച്ചയിറച്ചി തിന്നല്ലേ, അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരെ പറ്റി മോശം വിചാരിക്കല്ലേ. ഒരാളെ കാണുമ്പോ മോശമായത് ചിന്തിക്കല്ലേ, ഒരാളെ കാണുമ്പോ മോശമായത് ചിന്തിക്കല്ലേ. മോശമായത് ചിന്തിക്കാം, അവനിപ്പോ ഗൾഫിൽ പോയി അറബീനെ പറ്റിച്ചു കൊണ്ടുവന്നതാ, അല്ലാതെ ഇപ്പൊ ഒരു കാറൊക്കെ മേടിക്കാൻ ഇപ്പൊ എവിടെ നിന്ന് ഉണ്ടാവാ, അവള് ശരിയല്ല, അവൾ അവിടെ നിന്ന് അയാളുമായിട്ട് വർത്താനം പറഞ്ഞു, എന്തെങ്കിലും ഒന്നും ഇല്ലാതിരിക്കില്ലല്ലോ അവരുമ്മില്, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത പറയുന്നത്? എന്താ നമുക്ക് അവകാശം മറ്റുള്ളവരെ പറ്റി മോശം വിചാരിക്കാം? ആ വിചാരിക്കണത് അങ്ങനെ പച്ചൻ തന്നെ പറയാ. ആരെപ്പറ്റിയും മോശം വിചാരിക്കാൻ പാടില്ല, പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ജതനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദ ഇത്മുൻ വലാ തജസ്സസൂ ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. മറ്റുള്ളവരെ പറ്റി മോശം വിചാരിക്കല്ലേ എന്ന് ഖുർആൻ. മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് മനസ്സിൽ നിന്നും ഒഴിവാക്കണേ എന്ന് ഖുർആൻ. ഹബീബ് പഠിപ്പിച്ചല്ലോ, ഇയ്യാകും വസൂഅൽ ളന്നി ഫഇന്നഹു അക്ദബുൽ ഹദീസ്. മറ്റുള്ളവരെ കാണുമ്പോൾ മോശം വിചാരിച്ചാൽ നീ തൊട്ടടുത്ത സമയത്തൊരു വലിയ നുണ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ കളവ് പറയാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരെ പറ്റി നീ മോശം വിചാരിക്കല്ലേ. ലന്നൂ ബിൽ മുഅ്മിനീന ഖൈറാ. ഒരാളെ കാണുമ്പോ നല്ലത് മാത്രം ചിന്തിക്കണേ, അതൊരു നല്ലൊരു ക്വാളിറ്റിയാണ്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മരണം കിട്ടാൻ രണ്ടാമത്തെ അടയാളം മറ്റുള്ളവരെ പറ്റി മോശം വിചാരിക്കില്ല എന്നതാണ്. മൂന്നാമത്തെ അടയാളം അൽ ഇജ്തിനാബു അനിസ് സുഖ്രിയ. മറ്റുള്ളവരെ പരിഹസിക്കൂല, ആരും കൊച്ചാക്കാൻ പാടില്ല, കളിയാക്കാം അല്ലേ. ഒരു ഡ്രസ് ഇട്ടപ്പോ ആ ഡ്രസ് കണ്ടപ്പോ എന്തെങ്കിലും ഒന്ന് തോന്നാണെങ്കിൽ അതിനൊരു ഇൻസൾട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ആരും വില കുറഞ്ഞ് കാണാൻ പാടില്ല, അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരാളെ പരിഹസിച്ചാൽ, ഇപ്പൊ ഒരാൾക്ക് എന്തെങ്കിലും ഒരു അയ്ബുണ്ട്, അത് നമ്മൾ പരിഹസിച്ചാൽ, ഉദാഹരണം പറഞ്ഞ രണ്ട് സഹോദരിമാരും കണ്ടു, ഒരാൾക്ക് നല്ലോണം തലമുടിയുണ്ട്. ഞാൻ പെണ്ണുങ്ങളെ പറ്റി മാത്രം കുറ്റം പറയാന്ന് വിചാരിക്കണ്ട, ആണുങ്ങളെ പറ്റിയും പറയാനുണ്ട്. ഒരു ഉദാഹരണം പറയാണ്, ഒരു സാധ്യത ഉള്ള ഒരു കാര്യം. രണ്ട് സഹോദരിമാര് പരസ്പരം കണ്ടു. സ്വാഭാവികമായും അതിലൊരാള് തലമുടി ഒന്ന് എന്താ പറയാ, അതിന് ഈ വാരിക്കെട്ട് അങ്ങനെ അഴിച്ചിട്ടിട്ടൊന്ന് വാരി കെട്ടുന്നൊരു ഇതുണ്ടല്ലോ, എന്താ അതിന് പറയാ, അതങ്ങനെ ചെയ്യാം. ആ നോക്കിയപ്പോ ഒട്ടും മുടിയില്ല. അപ്പൊ മറ്റേ ആള് പറയാ, അയ്യടി ഇതെന്താ എലിവാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ട് ആ തലമുടി കുറഞ്ഞ സഹോദരിയെ തലമുടി കൂടുതലുള്ള മറ്റേ സഹോദരി കളിയാക്കാണ്. അയ്യ എന്തുട്ടാടി ഇത് എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഖുർആൻ പറയുന്നു, ഈ മുടി ഉള്ളവള് കളിയാക്കിയില്ലേ, ആ കളിയാക്കിയവളെക്കാളും മുടി മറ്റവൾക്കുണ്ടാവും, ഇവളുടെ മുടി പോവും, അതിന് സാധ്യതയുണ്ട്.
ആരെയും കളിയാക്കാൻ പാടില്ല, നമുക്ക് നേരെ തിരിച്ചു ഫലിക്കും. ഞാനൊക്കെ ചെറുതായിരുന്നപ്പോ അങ്ങനെയൊക്കെ ഒരു പേടി ഉള്ളിലുണ്ടായിരുന്നു. പിന്നീടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യായത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും. മുഅ്മിനീങ്ങളെ ആരും ആരെയും കളിയാക്കല്ലേ. കളിയാക്കിയത് ആരെയാണോ അവർ കളിയാക്കിയവനേക്കാളും നന്നായി വന്നേക്കാം എന്ന് ഖുർആൻ. കളിയാക്കിയവൻ മോശക്കാരനായേക്കാം എന്ന് ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു. വലാ നിസാഉം മിൻ നിസാഇൻ അസാ അയ്യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരു പെണ്ണും മറ്റൊരു പെണ്ണിനെ കളിയാക്കല്ലേ. ആരെയാണോ കളിയാക്കിയത് അവര് കളിയാക്കിയവരെക്കാളും നല്ലവരായേക്കാം. കളിയാക്കിയവൻ മോശമാകുന്ന അവസ്ഥയും വന്നേക്കാം. അത് കളിയാക്കിയ വിഷയത്തിൽ തന്നെ ഉണ്ടാവാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ രീതിയിൽ മലക്കുകൾ വിരുന്നിനാണെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോകുന്ന ആ മരണത്തിനായി അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകളെ തിരിച്ചറിയാൻ 10 അടയാളത്തിൽ 3 പറഞ്ഞു. 3-മത്തേത് കളിയാക്കാൻ പാടില്ല. 4-മത്തേത് ഹറാമ് കാണുമ്പോ കണ്ണങ്ങടെ അടച്ചു പിടിക്കാ. പടച്ചോനെ എനിക്കത് കാണണ്ട. അന്യതായ നമുക്ക് കാണാൻ അർഹതയില്ലാത്തത് കാണാൻ നേരം കണ്ണിനെ മാറ്റാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള ഒരു ഈമാന്റെ മധുരം ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കാണാൻ പറ്റാത്തത് എങ്ങനെയാ? സീരിയലും തുറന്നു വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പാടില്ലാത്തൊക്കെയല്ലേ കാണുന്നത്. ഹറാം കാണുമ്പോൾ കണ്ണടച്ച് കളയാ ഖുർആൻ പറഞ്ഞിട്ടുണ്ടത്. ഈ അടയാളം ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. وقل للمؤمنات يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن إلا ما ظهر منها. സൂറത്തുൻ നൂറിന്റെ ആയത്തുകളാണ്. മുഅ്മിനീങ്ങളായ ആണുങ്ങളോടും മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോടും പറയണേ നബിയേ, കണ്ണിലെ ഹറാം വന്നാൽ കണ്ണടച്ചത് കാണാതെ ഒഴിഞ്ഞു നിൽക്കണേ എന്ന് പറയ നബിയേ. ഈ അടയാളം നേരത്തെ പറഞ്ഞ നല്ല മരണത്തിനുള്ള ലക്ഷണമാണ്. ഇനിയോ 5-മത്തെ അടയാളം സിദ്ഖുൽ ലിസാൻ. നാവ് സത്യസന്ധമായത് മാത്രം പറയാം. വിശദീകരിക്കുന്നില്ല, സമയം ഏറെ വൈകും. ഞാൻ പെട്ടെന്ന് പറയാം. നാവ് സത്യസന്ധമായത് മാത്രം പറയുന്നൊരവസ്ഥ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാവ് സത്യമുള്ളത് മാത്രമേ പറയൂ. അങ്ങനൊരവസ്ഥ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا تقربوا مال اليتيم إلا بالتي هي أحسن حتى يبلغ أشده وأوفوا الكيل والميزان بالقسط لا نكلف نفسا إلا وسعها وإذا قلتم فاعدلوا ولو كان ذا قربى وبعهد الله أوفوا ذلكم وصاكم به لعلكم تذكرون. സൂറത്തുൽ അൻആം 152-ാമത്തെ ആയത്ത്. നിങ്ങൾ ഒരു വിചാരണ വേദിയിൽ പോലും പറയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരന് എതിരെയാണെങ്കിൽ പോലും സത്യമേ പറയാവൂ. ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ. സത്യമേ പറയാവൂ. അതെത്ര കൈപ്പേറിയ സാഹചര്യമായാലും. നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ തന്നെ ഇതേ ആശയത്തിൽ നമ്മെ ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് 5-മത്തെ അടയാളം, നാവ് സത്യം മാത്രമേ പറയൂ. അല്ലാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ പറഞ്ഞിട്ട് പിന്നെ നുണ പറയാൻ നിൽക്കണ്ട. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
ഇനി കേട്ടോളൂ, ആറാമത്തെ അടയാളം, അള്ളാഹു തന്നത് പടച്ചോന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഒരു മടിയില്ല, അങ്ങനത്തെ ആൾക്കാരായിരിക്കും. ആറാമത്തെ അടയാളം, പടച്ച റബ്ബ് തന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാൻ ഒരു മടിയുമില്ല. യാ അയ്യുഹല്ലദീന ആമനൂ أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا تيمموا الخبيث منه تنفقون ولستم بآخذيه. അല്ലാഹ് തന്ന നല്ലത് ചെലവ് ചെയ്യാനുള്ള മനസ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കുണ്ട് സ്വർഗത്തിലേക്ക് വിരുന്നുകാരായി എത്താൻ കഴിയും. ആറാമത്തെ അടയാളം അതാണ്, ഖുർആൻ കൊണ്ടത് സ്ഥിരപ്പെട്ടതാണ്. ഏഴാമത്തെ അടയാളം ദൂർത്തടിച്ച് പൈസ ചെലവാക്കൂല എന്നുള്ളതാണ്. 50 രൂപയുടെ സാധനം വാങ്ങേണ്ടോടത്ത് 40 വാങ്ങിയിട്ട് 10 സൂക്ഷിക്കണം. അങ്ങനെയാ വേണ്ടത്. 100 രൂപ ചെലവ് ചെയ്യേണ്ടോടത്ത് 80 രൂപ ചെലവ് ചെയ്തിട്ട് 20 രൂപ കയ്യിൽ പിടിക്കണം. ആ ഒരു പക്വത ഇന്ന് ആർക്കുമില്ല. അതൊരു നല്ല സ്വഭാവമല്ല. ദൂർത്തടിച്ച് കളയുന്നതിൽ ദൂർത്തടിക്കുന്നവർ ഒരു കല്യാണത്തിന് എത്ര ലക്ഷമാ ചെലവ് ചെയ്യാം. ഒന്നും വിചാരിക്കല്ലേ. കല്യാണം എന്ന് പറഞ്ഞാൽ ഹലാലാക്കി കൊടുക്കല, ഏറ്റവും വലിയ കാര്യം അതാ. ഹലാലാക്കി കൊടുക്കുന്ന ആൾക്കൊരു പക്ഷെ 500 കൊടുക്കും. അവിടെ പിന്നീട് നടക്കുന്ന ഹറാമിയത്തിന് 1.5 ലക്ഷം കൊടുക്കും. അല്ലേ? രാവിലെ എടുത്ത ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വന്നിട്ടുള്ള ആ സ്റ്റേജ് പറ്റൂല, ഉച്ച കഴിഞ്ഞ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ. ഞാൻ ഒരിക്കൽ കേട്ടതാ, 2.5 ലക്ഷം രൂപയുടെ സ്റ്റേജ് രാവിലെ മുതൽ 10 മണി വരെയുള്ള 10 to 12 വരെയുള്ള ഫോട്ടോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ ഒരു സ്റ്റേജ് 2.5 ലക്ഷം രൂപ. എന്നിട്ടോ അടുത്ത സ്റ്റേജ് അപ്പുറത്ത് റെഡിയായി കഴിഞ്ഞു, അതും 2.5 ലക്ഷം രൂപയുടെ സ്റ്റേജ്. അത് 1 മണി മുതൽ 3 മണി വരെ. അതേ ഓഡിറ്റോറിയത്തിൽ തന്നെ പിന്നീട് റിസപ്ഷൻ രാത്രിയിലെ പരിപാടി വന്നപ്പോ 3ാമത്തെ സ്റ്റേജ് 7.5 ലക്ഷം രൂപയുടെ സ്റ്റേജ് ഒരു കല്യാണത്തിൽ മാത്രം. എന്തിനാ ഇങ്ങനെ? അതൊക്കെ അങ്ങനെയുള്ളവർക്ക് നേരത്തെ പറഞ്ഞ സ്വർഗത്തിലേക്ക് വിരുന്നുകാരായി എത്താൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആളുകൾക്ക് വിരുന്നുകാരായ എത്താൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ പറയുന്നു, വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറാ. നിങ്ങൾ ദൂർത്തടിക്കല്ലേ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. ദൂർത്തന്മാര് പിശാചിന്റെ കൂടെ പിറപ്പാണെന്ന് ഖുർആൻ. ദൂർത്തടിക്കുന്നവർക്ക് നേരത്തെ പറഞ്ഞ ആനുകൂല്യം കിട്ടൂല. സ്വർഗത്തിലേക്ക് വിരുന്നുകാരെ പോലെ സന്തോഷിച്ച് മരിച്ചു ചെല്ലുന്നവരുണ്ടല്ലോ, അവരുടെ 7ാമത്തെ അടയാളം അവര് ദൂർത്തടിക്കില്ല. 8ാമത്തെ അടയാളം അവർ പൊങ്ങച്ചക്കാരല്ല. അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. ഭൂമിയിൽ പൊങ്ങച്ചം ഉദ്ദേശിക്കാത്ത, പൊങ്ങച്ചമേ ചിന്തിക്കാത്ത ആളുകൾക്ക് ആഖിറമുള്ളൂ. പൊങ്ങച്ച വർത്താനം പറയുന്നവനും പൊങ്ങച്ചം കാണിക്കുന്നവനും ആഖിറമില്ലെന്ന് ഖുർആൻ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. 8ാമത്തെ അടയാളം അതാണ്. 9ാമത്തെ അടയാളം അൽ മുഹാഫളതു അലസ് സ്വലവാത്തിൽ ഖംസി. 5 വഖത്ത് നിസ്കാരം ആദ്യ സമയത്ത് തന്നെ, വാങ്ക് വിളിച്ചാൽ ഉടനെ തന്നെ, പറ്റുമെങ്കിൽ ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്നത് ഒരു സ്വഭാവമാണ് എങ്കിൽ ആ സ്വഭാവമാ 9ാമത്തെ അടയാളം.
10ാമത്തെ അടയാളം അല്ലാഹുവിന്റെ റസൂലും സഹാബികളും ജീവിച്ച അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയം മുറുകെ പിടിക്കലാണ്. 10ാമത്തെ അടയാളം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമ്മെ അതിന് പ്രാപ്തരാക്കട്ടെ. അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകട്ടെ. പടച്ച റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ.